ഒരു തവയിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കണം. അത് ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വന്നാൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി പൊട്ടി വന്നാൽ 2 ചുവന്ന മുളകില്ലേ, അത് ചെറിയ പീസാക്കിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി മൂത്ത് വന്നാൽ ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത്രയും മതി. ഇനി അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈര് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലയും കുറക്കാൻ നോക്കണം. ഞാൻ 1/2 ലിറ്റർ തൈരിൻ്റെ കണക്കാന്ന് പറഞ്ഞത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായി തിളക്കിയൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കിയിട്ട് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ ഈ കറി മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അത്രയും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്